നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അൺഅക്കമ്പനീഡ് മൈനർ ടിക്കറ്റ് പോളിസിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കുറേ മാതാപിതാക്കൾക്കും ഗാർഡിയൻസിനും ഒക്കെ വളരെ ഉപകാരപ്പെടും. അവർ ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പേരൻസിന് രണ്ടാൾക്കും ജോലിയുണ്ട്, മക്കൾക്ക് സ്കൂൾ വെക്കേഷനായി, അപ്പോൾ അവർക്ക് നാട്ടിൽ വിടാനായിട്ട് പ്ലാൻ ഉണ്ട് എങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിപ്പം ഞാൻ പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പ്രോഗ്രാമാണ്. അൺഅക്കമ്പനീഡ് മൈനർ അഥവാ UMNR എന്നത് മാതാപിതാക്കളെ നിയമപരമായ ഗാർഡിയനോ കൂടാതെ യാത്ര ചെയ്യുന്ന കുട്ടിയെയാണ് സൂചിപ്പിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് പോലുള്ള എയർലൈൻസുകൾ കുട്ടിയുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കാൻ പ്രത്യേക സേവനങ്ങൾ നൽകുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ UMNR ആയി യാത്ര ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പോൾ അതിന് UMNR എന്ന് പറഞ്ഞാൽ അൺഅക്കമ്പനീഡ് മൈനർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ UMNR ടിക്കറ്റ് തന്നെ എടുക്കണം. എടുത്തു കഴിയുമ്പോൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ടിക്കറ്റിൻ്റെ കൂടെ ഒരു ഫോമും കൂടെ കിട്ടും. അപ്പോൾ ആ ഫോം ഫില്ലപ്പ് ചെയ്യുക. അതിനകത്ത് കുറേ നെസസറി ഡീറ്റെയിൽസ് ഉണ്ട്. ഏതാണ് ഫ്ലൈറ്റ് നമ്പർ, ആരാണ് റിസീവ് ചെയ്യുന്നത്, ആരാണ് കുട്ടിയെ എയർപോർട്ടിൽ ആക്കുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. ഇതൊരു സമ്മതപത്രമാണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്യുക. എന്നിട്ട് എയർപോർട്ടിൽ കുട്ടിയുടെ പേരൻസോ ഗാർഡിയനോ ആരാണ് ഉള്ളതെന്ന് വെച്ചാൽ അവർ എയർപോർട്ടിൽ കുട്ടിയെ ബോർഡിങ് ചെയ്യാനായിട്ട് കൊണ്ടുവരണം. അപ്പോൾ എയർലൈൻ സ്റ്റാഫ് കുട്ടിയെ ഏറ്റെടുക്കും. അവിടുന്ന് ഈ ഫോംസ് എല്ലാം വാങ്ങിക്കും, പാസ്പോർട്ട് വെരിഫൈ ചെയ്യും. എന്നിട്ട് കുട്ടിയെ സേഫായിട്ട് ഒരു ലോഞ്ചിൽ ഇരുത്തും. ലോഞ്ചിൽ നിന്ന് ID കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും, പാസ്പോർട്ട് ഡീറ്റെയിൽസൊക്കെ. അത് ചെക്ക് ചെയ്ത ശേഷം അവർ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് കുട്ടീനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റിസീപ്പിയൻ്റ് ആരാണോ അവരെ ആണ് റിസീവ് ചെയ്യാനായിട്ട് സമ്മതിക്കുക. അപ്പോൾ നമ്മളൊരു വെരിഫിക്കേഷൻ ഡീറ്റെയിൽസുമായിട്ട് എയർപോർട്ടിൽ പോവുക. അവർക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഫോൺ നമ്പർ ഓൾറെഡി സമ്മതപത്രത്തിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവരതിൽ കോൺടാക്റ്റ് ചെയ്യും. ഇനി ഇപ്പം ലഗേജ് എടുക്കാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ, ഏതൊരു കുട്ടിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ആരാണോ റിസീവ് ചെയ്യാൻ വന്നേക്കുന്നത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരത് കറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യും. എയർപോർട്ട് അതോറിറ്റി തന്നെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ കാണാം, മോള് ഭയങ്കര ഹാപ്പിയാണ്. അവൾ സേഫായിട്ട് എത്തിയിട്ടുണ്ട്, അവളുടെ ന്യൂ ബാഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ വെരി വെരി ഹാപ്പി ആയിട്ട് ബൊക്കെ ഫ്ലവറൊക്കെ പിടിച്ചിട്ട് പോകുന്ന കാണാം. അപ്പോൾ അവളിങ്ങനെ അത് ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ഷി വാസ് സോ പ്രൗഡ് ബൈ ഹെർ സെൽഫ്. ആൻഡ് അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് കൊച്ചിൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവളുടെ ഫാദർ വന്ന് വിളിച്ചിട്ട് പോയിട്ടുണ്ട്. സോ ഐ തോട്ട് ടു എക്സ്പ്ലെയിൻ. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ സെയിം സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ സെയിം ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഖത്തർ എയർവേസിന് എനിക്കറിയാമെന്ന് വെച്ചിട്ട് മർഹബ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമുണ്ട്. അതും പ്രോസസ് സംഹൗ സെയിം. And maybe the ticket price will vary here and there, but Air India Express also doing the same procedure, and it's very safe, and they will get that confident to travel by themselves. ആൻഡ് മോള് പറയുന്നുണ്ടായിരുന്നു അവൾ ഇനി സ്ഥിരമായിട്ട് തന്നെ ട്രാവൽ ചെയ്തോളാം, എനിക്ക് ഹെൽപ്പ് ആവശ്യമില്ല. ആൻഡ് ഷീ സോ കോൺഫിഡൻ്റ് എന്നുള്ള കാര്യം എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വറി ആവാനൊന്നുമില്ല. കുട്ടികളെ അവർ നല്ല കംഫർട്ടബിളായിട്ടാണ് നോക്കുന്നത്. ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുത്തത്തുള്ളൂ, വേറെ ഫാമിലി ഒന്നും കൂടെ ഇരുത്തത്തില്ല. അവർ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവും. ബാക്കി എന്തൊക്കെ നെസസറി സപ്പോർട്ട് കുട്ടികൾക്ക് വേണോ അതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഷി വാസ് സോ കംഫർട്ടബിൾ. അവൾ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. അവൾ സോ സേഫാണ്, കംഫർട്ടബിൾ ഫീൽ ചെയ്തു, ആൻറ്റി ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. ആൻഡ് അവിടെ വന്നപ്പോഴും നാട്ടിൽ ചെന്നപ്പോഴും ഷി വാസ് സോ പ്രൗഡ്. ഇറ്റ്സ് ബിക്കോസ് അവൾ തന്നെ ഫസ്റ്റ് ടൈം വരുന്നു. ആൻഡ് ഷി ഗോട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഗോ എലോൺ. ആൻഡ് എയർപോർട്ടിൽ ഹെൽപ്പ് ചെയ്ത കാര്യമൊന്നും അവൾ. സോ താങ്ക് യു സോ മച്ച്. ഇതാണ് മോളുടെ ഫൈനൽ. ഷീ സോ ഹാപ്പി ആൻഡ് ഗുഡ്.